ഇതെല്ലാം ഇതാർക്കാണ് ഈ ടാറ്റ കൊടുക്കുന്നതൊക്കെയല്ലേ? കലയുടെ സംഗമവേദിയായ കലോത്സവ വേദിയിലെത്തിയ ഒരു അതിഥിക്കാണ്. ആരാണ് ആ അതിഥി എന്നല്ലേ കാണിച്ചു തരാം. മായാദേവി എന്നാണ് പേര്, ഗുരുവായൂരെന്നാണ് വരുന്നത്. ഇന്നിപ്പോൾ ജോക്കർ വേഷത്തിലാണ് കലോത്സവം കാണാൻ വന്നേക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഈ പ്രോഗ്രാം സംബന്ധമായിട്ട് ഒത്തിരി ടെൻഷനിലാണ്, അവരുടെ രക്ഷിതാക്കൾ ടെൻഷനിലാണ്, നമ്മുടെ സംഘാടകരൊക്കെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് എല്ലാവർക്കും തന്നെ. എന്നാൽ ഈ ജോക്കറെ ഒന്ന് കാണുമ്പോൾ അവർക്കൊരു നിമിഷമെങ്കിലും ഒരു ചെറിയ സന്തോഷം, അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയും ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെയാണ് വന്നേക്കണത്. ഇതിന് മുന്നേ ഞാൻ കോഴിക്കോടുള്ളപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു, അത് സാന്റാക്ലോസിൻ്റെ വേഷത്തിലായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇന്ന് ജോക്കർ വന്നപ്പോൾ പിള്ളേരൊക്കെ എന്നെ സ്വീകരിച്ചു, അതിൽ വളരെ സന്തോഷം. ഞാൻ ഓരോ സീസൺ അനുസരിച്ച് തന്നെ ഒരു വേഷം മാറിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഓണക്കാലം വന്നാൽ മാവേലിയാണ്, അത് കഴിഞ്ഞാൽ ക്രിസ്മസിന് സാന്റാക്ലോസ് ആണ്, ചാച്ചാജി ആയിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ ക്ഷേത്ര നടയിൽ മിക്കപ്പോഴും കൃഷ്ണവേഷത്തിൽ നിൽക്കാറുണ്ട്, വിഷുവൊക്കെ ആകുമ്പോൾ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ. ലോട്ടറി കച്ചവടമാണ് എനിക്ക് ജീവിതമാർഗം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഒരു വരുമാനം കൊണ്ടാണ് ഞാൻ എൻ്റെ മകളെ പഠിപ്പിക്കുന്നതും വീടിൻ്റെ വാടക കൊടുക്കുന്നത്. എന്നാലും ഓൾവേസ് ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെയാണ് ചേച്ചിയുടെ വിശേഷം. എപ്പോഴും സന്തോഷമായിരിക്കുക, സന്തോഷം പരത്തുക എന്നുള്ളതാണ് ചേച്ചിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനോടൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.